എന്താണെങ്കിലും അവിടെ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പൂർണ്ണ സജ്ജമാണ്. എല്ലാ ഒരുക്കങ്ങളുമൊക്കെ അന്തിമഘട്ടത്തിലാണ്. അയോധ്യ ശ്രീരാമഭൂമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ രാംലല്ലയുടെ വിഗ്രഹം സ്ഥാപിച്ചു. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് വിഗ്രഹത്തിന്റെ കണ്ണുകൾ മൂടിക്കെട്ടിയിട്ടുണ്ട്. പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള അഭിഷേകങ്ങൾ ഇന്ന് ആരംഭിക്കും. സരയൂ നദിയിൽ നിന്ന് കലശങ്ങളിൽ ശേഖരിച്ച ജലത്തിന് പുറമെ നേപ്പാളിൽ നിന്നും ഉൾപ്പെടെയുള്ള വിവിധ പുണ്യ നദികളിലെ ജലവും അഭിഷേകത്തിനായി ഉപയോഗിക്കും. അയോധ്യയിൽ നിന്ന് ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, അങ്ങനെ ഏറെ കാത്തിരുന്ന അയോധ്യയിൽ രാംലല്ല വിഗ്രഹം എത്തി, വിഗ്രഹം സ്ഥാപിച്ചു, കണ്ണുകൾ മൂടിക്കെട്ടിയ നിലയിലാണ് വിഗ്രഹമൊക്കെ. അപ്പോൾ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്കായി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? സേതു, ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഇനി 3 ദിവസം മാത്രമാണ് ബാക്കി അവശേഷിക്കുന്നത്. അവസാനവട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്നലെയാണ് ഈ അയോധ്യയിലെ പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിലേക്ക് ഈ പ്രതിഷ്ഠയ്ക്കായുള്ള വിഗ്രഹം കൊണ്ടുവന്നത്. ഇത് ഏതാണ്ട് 4 മണിക്കൂർ എടുത്താണ് ഈ വിഗ്രഹം ഈ നമുക്ക് പിന്നിൽ കാണുന്ന അയോധ്യയിലെ പണി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന രാമക്ഷേത്രത്തിൽ ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ചത്. മൈസൂരു സ്വദേശിയായ ശില്പി അരുൺ യോഗിരാജ് ആണ് ഈ ശില്പം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹം നിർമ്മിച്ച ശില്പം ഏതാണ്ട് 4 മണിക്കൂറോളം എടുത്ത് കൂറ്റൻ ക്രെയിനുകളുടെ സഹായത്തോടെയൊക്കെയാണ് ഈ ഗർഭഗൃഹത്തിൽ ഇന്നലെ സ്ഥാപിച്ചത്. 1.5 മുതൽ 2 ടൺ വരെ ഭാരം ഈ വിഗ്രഹത്തിന് ഉണ്ട് എന്നാണ് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കൃഷ്ണപക്ഷ ശിലയിലാണ് ഈ വിഗ്രഹം പണിതിരിക്കുന്നത്. ഈ വിഗ്രഹത്തിൽ ഇന്ന് മുതൽ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള അഭിഷേക ചടങ്ങുകൾ നടക്കുന്നതായിരിക്കും. അതായത് അഭിഷേകമാണ് ആദ്യം നടക്കുന്നത്. ഇതിനായി ജലം, അതുപോലെ തന്നെ പാൽ, പുഷ്പം, ഈ ഔഷധങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള ഈ അഭിഷേക ചടങ്ങുകളാണ് നടക്കേണ്ടതായുള്ളത്. ഈ അഭിഷേകത്തിനായുള്ള ജലം സരയൂ നദിയിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ പുണ്യ നദികളിൽ നിന്നും നേപ്പാളിലെ പുണ്യ നദികളിൽ നിന്നുമൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ചടങ്ങുകൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നതായിരിക്കും. 21 വരെ ഈ ചടങ്ങുകൾ പുരോഗമിക്കായിരിക്കും. തുടർന്ന് 22-നാണ് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. ഈ വിഗ്രഹം ഈ ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ചുവെങ്കിലും വിഗ്രഹത്തിൻ്റെ പൂർണ്ണ രൂപം ഇതുവരെയും പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കും തന്നെ അത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം വിഗ്രഹം നിലവിൽ തുണി കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആ തുണി 22-ന് മാത്രം, അതായത് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം മാത്രമേ ആ വിഗ്രഹത്തിൽ നിന്ന് മാറ്റുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് അതുവരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന ഈ ചിത്രം മാത്രമാണ്. അതിന് അപ്പുറത്തേക്ക് ഇതിൻ്റെ പൂർണ്ണ രൂപം കാണണമെങ്കിൽ നമുക്ക് 22-ന് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന ദിവസം വരെ കാത്തിരിക്കേണ്ടതായിരിക്കും. ഇന്ന് വളരെ പ്രത്യേകതയുള്ള, അയോധ്യയിൽ വളരെ പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്. കാരണം ഇന്ന് വൈകിട്ട് 7 മണി വരെയാണ് അയോധ്യയിൽ ഈ വർഷങ്ങളായി പൂജിച്ചുകൊണ്ടിരുന്ന രാംലല്ല വിഗ്രഹം കാണുവാൻ വേണ്ടി പൊതുജനങ്ങൾക്ക് അവസരം ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷം പിന്നീട് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശം പൂർണ്ണമായും അടയ്ക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതിൻ്റെ അവസാനവട്ട ചടങ്ങുകൾ നടക്കുകയാണ്. രാവിലെ 7 മണി മുതൽ പൊതുജനങ്ങൾക്ക് ഈ പഴയ രാംലല്ല വിഗ്രഹം കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അത് കാണുന്നതിനായി ഈ കർശന സുരക്ഷാ വിന്യാസങ്ങളെ കൊണ്ട് നമുക്ക് ഈ അയോധ്യയിലേക്ക് ഇപ്പോൾ അത്ര പെട്ടെന്നൊന്നും കടന്നു വരാൻ വേണ്ടി പറ്റില്ല. തദ്ദേശവാസികളും മറ്റുമാണ് ഇപ്പോൾ ഈ രാംലല്ല വിഗ്രഹം കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇന്ന് 7 മണി വരെ, വൈകിട്ട് 7 മണി വരെ അതിനുള്ള ദർശനത്തിനുള്ള ഈ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ പൂർണ്ണമായും ഈ മേഖല അടയ്ക്കുന്നതായിരിക്കും. പൊതുജനങ്ങൾക്കോ മറ്റാർക്കും തന്നെ ഈ പ്രദേശത്തേക്ക്, അതായത് നിലവിൽ ഈ ക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്ന ഈ പ്രദേശത്തിലേക്ക് കടത്തിവിടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നീട് 23-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുന്ന 22-ന് ശേഷം 23-നാണ് പൊതുജനങ്ങൾക്ക് ഈ പ്രദേശം തുറന്നു കൊടുക്കുന്നത്. ഇപ്പോഴുള്ള രാംലല്ല വിഗ്രഹവും പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതായിരിക്കും. ആ പുതിയ വിഗ്രഹം, അതായത് ഏതാണ്ട് 51 ഇഞ്ച് ഉയരമുള്ള രാമൻ്റെ 5 വയസ്സുള്ള ആ വിഗ്രഹത്തിനോടൊപ്പം തന്നെ ഈ രാംലല്ലയുടെ പഴയ വിഗ്രഹവും ഈ പുതിയ ക്ഷേത്രത്തിൽ
സ്ഥാപിക്കുന്നതായിരിക്കും. രണ്ടും ഈ 23-ന് ശേഷം ഈ രണ്ട് വിഗ്രഹങ്ങളിലും ഈ ആരാധന നടത്തുന്നതിന് പൊതുജനങ്ങൾക്ക് അവസരം ഒരുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അയോധ്യയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും, അതായത് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഈ കാണാം, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ രാംലല്ല വിഗ്രഹം കാണുന്നതിനായി, നിരവധി വർഷങ്ങളായി ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന രാംലല്ല വിഗ്രഹങ്ങൾ കാണുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും നിരവധി പേർ എത്തുന്നുണ്ട്. പക്ഷേ വൈകിട്ടോടുകൂടി ജനങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ ഉള്ള പ്രവേശനം പൂർണ്ണമായും തന്നെ അതിനുശേഷം അവർക്ക് ജനങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനം അനുവദിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്.